അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നെയും വീരവാദങ്ങൾ ഉയർത്തുന്നു. പൊട്ടാൻ തോന്നുന്നു. ശരിക്കും പറയാൻ എന്താ അറിയോ, ലോകത്തെ നെട്ടിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും വിവരമില്ലാത്തൊരു മനുഷ്യൻ ദുനിയാവിൽ ഉണ്ടോ എന്നുള്ളത്. ഒരു പ്രസിഡന്റൊക്കെ ആയി നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇറാൻ അങ്ങാനും കപ്പം പിരിച്ചാൽ അതിന്റെ കപ്പൽ ഹോർമൂസ് കടലിൽ കൂടി പോണ കപ്പലിന് ട്രോള് എടുക്കാൻ തീരുമാനിച്ചു ഇറാൻ എന്നാണ് പറയുന്നത്. യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇറാൻ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യുന്ന പറയുന്നത്, ഞങ്ങൾ അവിടേക്ക് പോയിട്ട് ഇറാൻ ഹോർമൂസ് കടല് പിടിച്ചടക്കി അവിടെ ട്രോൾ ഞങ്ങൾ പിടിക്കുന്ന പറയുന്നത്. എത്ര വലിയ സംഭവമാണ് പറയുന്നത്, മനസ്സിലാക്കേണ്ടത്. ഒന്ന് അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഒന്ന് അടുത്തേക്ക് ഈ ഹോർമൂസ് കടലിൽ എടുത്തേക്ക് പോകാൻ പറ്റുമോ? പോട്ടെ, ഒരു 100 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വരാൻ പറ്റുമോ? പറ്റിയില്ല, പറ്റൂല. കാരണം അറിയോ, ഹോർമൂസ് കടൽ എന്ന് പറഞ്ഞാൽ ഇറാന്റെ അതിഥിനുള്ളതാണ്. എവിടുന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മിസൈൽ അയക്കാനും ഇറാന് എല്ലാ സംവിധാനങ്ങളും ഇറാൻ ശരിക്കും അറിയാം. ഹോർമൂസ് കടൽ എന്ന് പറഞ്ഞാൽ ഒരു പൊന്മുട്ട താറാവാണ്. അവിടേക്ക് ഒരാൾക്കും പ്രവേശനം ഉണ്ടാവില്ല. ഇറാൻ പറയുന്നത് പോലെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം ഇറാൻ ഉപയോഗിച്ചത് ഹോർമൂസ് കടലിനാണ്. ആ ഒരു ഹോർമൂസ് കടൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ജയിച്ചുകൊണ്ട് നിൽക്കുന്നതും അമേരിക്ക ഇറാൻ പറയുമ്പോൾ കേട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നതും. അത് ഹോർമൂസ് കടൽ എന്ന് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട് യാതൊരു സംഗതിയും അല്ലായിരുന്നു. അത് പിന്നീട് വന്ന എന്താ പറയുക, ഒരു യുദ്ധതന്ത്രമായിട്ട് വന്ന കാര്യങ്ങൾ മാത്രമാണ്. ബുദ്ധിശാലികളാണ് കാണുന്നത്. ബുദ്ധിശാലികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കന്മാർക്ക് ബുദ്ധികളല്ല, ചതിയുടെ ബുദ്ധിയല്ല, ശരിക്കുള്ള ചോറും ചായയും കുടിച്ചിട്ടുള്ള ബുദ്ധിയാണ് അവർക്കുള്ളത്. ആ ബുദ്ധിൻ്റെ മുകളിൽ അവർ ഈ ലോകരാജ്യങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഹോർമൂസ് കടലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാൻ പറയുന്നുണ്ട്, ഞങ്ങൾ ട്രോൾ പിടിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് ഇറാനെ പോലെ രാജ്യം അല്ലെങ്കിൽ സത്യസന്ധമായി നടക്കുന്ന ഒരു രാജ്യം ഒരിക്കലും ചെയ്യില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരെ സംബന്ധിച്ചോളം അവരെ യുദ്ധം അവസാനിപ്പിക്കണം, അവരെ ഉപരോധങ്ങൾ അവസാനിക്കണം, സമാധാനം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ യുദ്ധതന്ത്രങ്ങൾ മാത്രമാണ്. ഒരിക്കലും ഇറാനെ സംബന്ധിച്ചോളം കപ്പലുകൾക്ക് പിരിവ് വാങ്ങി അങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഇറാൻ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഈ ഉപരോധങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഇറാൻ എന്താ പറയുക, ഒരു 2, 3, 4 കൊല്ലം കൊണ്ട് വലിയ രാജ്യമായി മാറും, സാമ്പത്തികമായി വളരെ ഉയർച്ചയിലെത്തും. ഇപ്പം ഇറാനെ സംബന്ധിച്ചോളം ഇറാന്റെ തുറപ്പ് ചീട്ടാണ് ഈ പറയുന്ന ഹോർമൂസ് എന്ന് പറയുന്നത്. അവിടെ ട്രംപിനല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ കാരണം ഇപ്പം വിവരം എന്താ പറയുക, വേറൊരു കാര്യം പറഞ്ഞാൽ ഹോർമൂസ് കടലിൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരെ ഞങ്ങൾ ഇതാക്കൂ തീർത്ത് കളയുന്ന പറയുന്നത്. ഇവരൊക്കെ എന്തൊക്കെ പറയുന്നതാണ് മനസ്സിലാത്തത്. ഇതെന്തൊക്കെ വെള്ളരിക്കപ്പെട്ടാണോ? ഓനെന്ന് വിചാരിച്ചപ്പോൾ ഈ അമേരിക്ക, ഈ ട്രംപ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, അമേരിക്ക എന്ന് പറയേണ്ട ആവശ്യമില്ല. അവനെന്താ അറിയോ, പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത് മാറ്റിയെടുക്കാൻ പറ്റിയ പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആണ്. എന്താ പറയേണ്ടത് ഓർമ്മ ഉണ്ടാവില്ല. ചെറിയ മക്കളെ സ്വഭാവമായിരിക്കുന്ന പറയുന്നത് ഒക്കെ ചിന്തിക്കേണ്ടേ സോക്കാവോ അല്ലേ? ഏതായാലും ഹോർമൂസ് കടൽ വെച്ചിങ്ങാണ് ഇറാൻ കളിക്കും, ഇറാൻ ജയിക്കും. അതല്ലാതെ ഇറാൻ ട്രോള് ഒരു യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ ഇറാൻ ട്രോള് വിളിക്കുന്നു നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ആ ഇറാൻ്റെ തന്ത്രം മാത്രമാണ്, ഇറാൻ അത് ചെയ്യില്ല. ഇറാൻ സംബന്ധിച്ചാൽ ഇറാൻ കുറേ ആവശ്യങ്ങളുണ്ട്, അതൊക്കെ നിറവേറ്റി യുദ്ധത്തിൽ പൂർണ്ണമായി വിജയിച്ച് എന്താ പറയുക, ലോകത്തിന് മുമ്പിൽ നമ്പർ 1 ആകുക എന്നുള്ളതാണ് ഇറാൻ്റെ ലക്ഷ്യം. ആ ഇറാൻ 100% ചെയ്തുകൊണ്ട് നിൽക്കുകയും യുദ്ധത്തിൽ ഇറാൻ ജയിക്കുകയും ചെയ്യും. എല്ലാ വിധത്തിലും ജയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ അമേരിക്കക്കും ഇസ്രായേലിനും വേറെന്താ പറയുക, ഒരു എന്താ പറയുക, ഹോർമൂസ് കടലിൻ്റെ ഏഴത്ത് പോലും വരാൻ പറ്റില്ല എന്ന് മാത്രമല്ല, യുദ്ധത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുന്ന കാര്യം എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു വെരി മച്ച്.